കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to IGNO Focus 5.0 IGNO മുൻകാല ചോദ്യപേപ്പർ Ultimate Analysis MVP 003 MSc Food Science and Quality Management. നമ്മുടെ MVP 003 എന്ന പേപ്പറിന്റെ അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കംപ്ലീറ്റ് ഡാറ്റാസും അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സിലാണ് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് എന്ന് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഷോർട്ട് ആൻസർ ചോദിക്കാം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ട്രെൻഡ് വരുന്നത്, ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആണത്. സോ ഇത് നിങ്ങൾക്ക് എന്താണെങ്കിലും വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷൻ ആയിരിക്കും. വൺസ് അഗെയിൻ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0 ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MVP 003 പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. നമ്മുടെ MVP 003 അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന പേപ്പറിന്റെ അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കംപ്ലീറ്റ് സിലബസും എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സിലാണ് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഓരോ ടോപ്പിക്സും പ്രിപ്പയർ ചെയ്യേണ്ടത്, ഒട്ടും മിസ് ചെയ്യാതെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ സെഷനകത്ത് സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ സിലബസിനെ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റ്സിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, TEEയിൽ കൂടുതൽ തവണ അപ്പിയർ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ ടോപ്പിക്സ് ആണ്, ഏതൊക്കെ ടോപ്പിക്സ് എന്ന് നമുക്ക് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് ഷോർട്ട് ആൻസർ എക്സ്പെക്ട് ചെയ്യാം, ആ കാര്യങ്ങളാണ് നമ്മളിവിടെ സിലബസ് മാപ്പിംഗിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. വളരെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ടോപ്പിക്സിൽ നിന്ന് ആ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ ഏത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഓരോ ടോപ്പിക്കിന്റെയും പ്രോബബിലിറ്റി പെർസെന്റേജ് എത്രത്തോളം പ്രോബബിൾ ആണ് ആ ഒരു ടോപ്പിക് ഇനി നമ്മുടെ ഡിസംബറിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ഏതൊക്കെ ഹൈ പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, മീഡിയം പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, ലോ പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. പിന്നെ നമ്മുടെ ഈ കംപ്ലീറ്റ് അനാലിസിസിന്റെയും ബേസിൽ നമ്മളൊരു മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും നിങ്ങളുടെ നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന സെയിം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേണിലുള്ള ഒരു മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും എല്ലാം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആക്ച്വലി നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക, സിലബസ് നോക്കുക, ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുക, സെഷൻ സെറ്റ് ചെയ്യുക, ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുക്കുക, ആ ഒരു കാര്യമല്ല നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. മറിച്ച് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് സിലബസ് അനലൈസ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചേഞ്ച് വരുന്നത് അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഓരോ സിലബസും ഓരോ ടോപ്പിക്സിന്റെയും പ്രോബബിലിറ്റി സെറ്റ് ചെയ്തിട്ടുള്ളതും ഓരോ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും അതിന്റെയും കൂടെ ആ ഒരു ചേഞ്ചിങ് പാറ്റേണും കൂടെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓവറോൾ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, നമ്മുടെ ഡിസംബറിൽ ഇനി നടക്കാൻ പോകുന്ന എക്സാമിന് നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്സിൽ നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടെ വളരെ ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമുക്ക് ആക്ച്വലി സിലബസ് മാപ്പിംഗ് ആണ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. നമുക്ക് 7
ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഫ്രം ജൂൺ 2022 ടു ഡിസംബർ 2024 ആൻഡ് ജൂൺ 2025. സോ ഓവറോൾ നമ്മൾ ഓരോ ടോപ്പിക്സിലെയും ഓരോ ടോപ്പിക്സിലെ ഏതൊക്കെ സബ് ഹെഡിങ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ ഇപ്പൊ പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, HACCP, TQM, GAP, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അതായത് ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കീ ഫ്രേസസ് ആണ് ആക്ച്വലി HACCP, TQM, GAP, GMP എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം അടക്കം ഓരോ ടോപ്പിക്കിലെയും സബ് ടോപ്പിക് അടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇനിയിപ്പോ പറയാൻ പോകുന്ന കുറച്ച് ഡാറ്റാസിന്റെ ബാർ ഡയഗ്രാം, അതായത് ഏത് ബ്ലോക്കാണ് ഈ ബാർ ഡയഗ്രാം നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ടാകും. ബ്ലോക്ക് 1 ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക്. അതിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ബ്ലോക്ക് 1 ഒട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പറ്റൂല. ദെൻ ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4, ഇങ്ങനെയാണ് നമ്മുടെ ഒരു ട്രെൻഡ് വരുന്നത്. ഓക്കെ, സെയിം ഡാറ്റയുടെ തന്നെ ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി നമ്മുടെ ഡാറ്റ അനലൈസ് ചെയ്യാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 1.2 ഹസാർഡ്സ് ഓഫ് സേഫ് ഫുഡ്, അതുപോലെ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 1.7 ദ ഫുഡ് സേഫ്റ്റി ചലഞ്ച്, ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 1.10 എന്ന ടോപ്പിക് റോൾ ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി സെക്ടർ, അതുപോലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 2.5 എന്ന ടോപ്പിക് നീഡ് ഫോർ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ്, ബ്ലോക്ക് 2 യൂണിറ്റ് 2 ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 2.6 എന്ന ടോപ്പിക് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ഫുഡ് സേഫ്റ്റി. ഇതെല്ലാം എന്താണ്, ഹൈ കാറ്റഗറി ടോപ്പിക്സാ. അത് എത്ര തവണ അതിന്റെ ഒരു ഇത്രയും ടോപ്പിക്സിൽ നിന്ന് ഏകദേശം 28, 24, 13, 30, 21 തവണയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഹൈ ഈൽഡ് ടോപ്പിക്സ് ആയത്. എന്നാൽ അതേസമയം സെയിം ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 1.6 ഫുഡ് ക്വാളിറ്റി, അതുപോലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 2.3 ദ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ, ബ്ലോക്ക് 1 യൂണിറ്റ് 2 2.4 ഇൻഅഡീക്വസി ഓഫ് ദി എക്സിസ്റ്റിംഗ് മെത്തേഡ് ടു കൺട്രോൾ ദ റിസ്ക്. ഇതെല്ലാം മീഡിയം പ്രോബബിലിറ്റി, മീഡിയം റെലവൻസ് വരുന്ന ടോപ്പിക്സ്. 8 മുതൽ 5 തവണയുള്ളൂ എന്ത് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ്, 5 മുതൽ 8 തവണയുള്ളൂ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ട്. ഇനി അതുപോലെ കുറച്ച് ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 3.2 വൈ ക്വാളിറ്റി മാനേജ്മെന്റ്, ബ്ലോക്ക് 1 യൂണിറ്റ് 3 3.4 നീഡ് ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇൻ ഇൻഡസ്ട്രി, ബ്ലോക്ക് 1 യൂണിറ്റ് 3 3.6 സേഫ്റ്റി മാനേജ്മെന്റ്, ബ്ലോക്ക് 1 യൂണിറ്റ് 3 3.8 സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ബ്ലോക്ക് 1 യൂണിറ്റ് 3 3.10 സേഫ്റ്റി ആൻഡ് ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം, ബ്ലോക്ക് 1 യൂണിറ്റ് 4 4.2 the 3 phases of project management, block 1 യൂണിറ്റ് 4 4.3 the 7s of project management, block 1 യൂണിറ്റ് 4 4.4 the project of conversion process. ഇതെല്ലാം എന്താണ്, ഹൈ ഈൽഡ് ടോപ്പിക്സ്. ഏകദേശം 12 മുതൽ 22 തവണ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഫസ്റ്റ് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ഇത്രയും ടോപ്പിക്സ് എന്നുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 4.5 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോജക്ട് മാനേജ്മെന്റ് ആൻഡ് ലൈൻ മാനേജ്മെന്റ്, ബ്ലോക്ക് 1 യൂണിറ്റ് 4 4.6 റോൾ ഓഫ് സ്ട്രാറ്റജി ഇൻ പ്രോജക്ട് മാനേജ്മെന്റ്, ബ്ലോക്ക് 1 യൂണിറ്റ് 4 4.8 പ്രൊജക്ട് സ്ട്രക്ചേഴ്സ് ടീംസ് ആൻഡ് ഓർഗനൈസേഷൻ, ബ്ലോക്ക് 1 യൂണിറ്റ് 4 4.13 പ്രൊജക്ട് കംപ്ലീഷൻ ആൻഡ് ഹാൻഡ് ഓവർ. ഏകദേശം 10 മുതൽ 21 തവണ വരെ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്ത ടോപ്പിക്സ് ആണ് ഇപ്പം പറഞ്ഞ ടോപ്പിക്സ് എല്ലാം. സോ ഇതെല്ലാം എന്താണ്, ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്, ഹൈ റെലവെന്റ് ടോപ്പിക്സ് ആണ്. എന്നാൽ അതേസമയം ബ്ലോക്ക് 1 യൂണിറ്റ് 4 4.10 കൺട്രോൾ സിസ്റ്റംസ് എന്ന ടോപ്പിക്കും, ബ്ലോക്ക് 1 യൂണിറ്റ് 4 തന്നെ 4.11 കൺട്രോൾ ഓഫ് മേജർ കൺസ്ട്രെയിൻസ് കോസ്റ്റ് ആൻഡ് ടൈം. ഇത് ആകെ 8 തവണ ചോദിച്ചിട്ടുള്ളൂ. സോ ഇറ്റ് ഹാസ് മീഡിയം റെലവൻസ്. ഇനി ബ്ലോക്ക് 2യുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 5.3 ഇൻക്രീസിംഗ് ഡിമാൻഡ് ഫോർ സേഫ് ആൻഡ് ഹോൾസം ഫുഡ്, ബ്ലോക്ക് 2 യൂണിറ്റ് 5 5.4 റിസ്ക് അനാലിസിസ് ഡെഫിനിഷൻ റിലേറ്റഡ് ടു ഫുഡ് സേഫ്റ്റി, യൂണിറ്റ് 6 6.2 ഡെഫിനിഷൻസ് ഓഫ് കീ റിസ്ക് മാനേജ്മെന്റ് ടേംസ്. ഇതെല്ലാം ഹൈ റെലവെന്റ് ടോപ്പിക്സ് ആണ്. 31 തവണ 21 തവണയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 5 5.5 റിസ്ക് അനാലിസിസ്
അനാലിസിസും 5.6 challenges and benefits in the application of risk analysis. ഇതെല്ലാം മീഡിയം റെലവെന്റ് ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 6.3 ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി റിസ്ക് മാനേജ്മെന്റ്, 6.4 എ റിസ്ക് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക്, 6.5 റോൾ ഓഫ് ഫുഡ് ചെയിൻ പ്രൊഫഷണൽസ് ഇൻ റിസ്ക് മാനേജ്മെന്റ്. അതുപോലെ യൂണിറ്റ് 7 7.3 പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി റിസ്ക് അസസ്മെന്റ്. ഇതെല്ലാം ഹൈ റെലവെന്റ് ടോപ്പിക്സ് ആണ്. സോ ഇതും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 42 തവണ 31 തവണ 37 തവണയൊക്കെ 37 ടൈംസ് ഒക്കെ ഒരേ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം ബ്ലോക്ക് 2 യൂണിറ്റ് 7 7.2 ഡെഫിനിഷൻസ് റിലേറ്റഡ് ടു റിസ്ക് അസസ്മെന്റ് 9 തവണയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഹാസ് മീഡിയം റെലവൻസ്. യൂണിറ്റ് 7 തന്നെ 7.6 ജനറൽ ക്രൈറ്റീരിയ ഓഫ് റിസ്ക് അസസ്മെന്റ്, യൂണിറ്റ് 7 തന്നെ 7.7 റിസ്ക് അസസ്മെന്റ് മെത്തഡോളജി. ഇതെല്ലാം മീഡിയം റെലവൻസ് വരുന്ന ടോപ്പിക് ആണ്. അതുപോലെ യൂണിറ്റ് 7 7.10 ബയോടെക്നോളജി റിസ്ക് അസസ്മെന്റ്, യൂണിറ്റ് 7 7.11 സെൻസിറ്റിവിറ്റി അനാലിസിസ്. ഇതെല്ലാം എന്താണ് മീഡിയം റെലവൻസ് ആണ്. എന്നാൽ അതേസമയം യൂണിറ്റ് 7 7.8 7.9 റിസ്ക് അസസ്മെന്റ് ഫോർ കെമിക്കൽ ഹസാർഡ്സും റിസ്ക് അസസ്മെന്റ് ഫോർ ബയോളജിക്കൽ ഹസാർഡ്സും ഹൈ റെലവെന്റ് വരുന്ന ടോപ്പിക്സ് ആണ്. ഇനി നമുക്ക് ബ്ലോക്ക് 3 അനലൈസ് ചെയ്യാം. ബ്ലോക്ക് 3 യൂണിറ്റ് 9 9.3 ഫുഡ് ഹസാർഡ്സ്, 9.4 ബയോളജിക്കൽ ഹസാർഡ്സ്, 9.5 കെമിക്കൽ ഹസാർഡ്സ്, 9.6 ഫിസിക്കൽ ഹസാർഡ്സ്, 9.7 HACCP പ്രിൻസിപ്പിൾസ്. ഇതെല്ലാം ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണിത്. എന്നാൽ അതേസമയം യൂണിറ്റ് 9 ഫുഡ് ചെയിൻ സ്റ്റെപ്സും യൂണിറ്റ് 10 10.7 കൺട്രോൾ ഓഫ് ഓപ്പറേഷൻസ് എന്ന ടോപ്പിക്കും മീഡിയം റെലവെന്റ് ഉള്ള ടോപ്പിക്സ് ആണ്. അതുപോലെ 10.9 പെസ്റ്റ് കൺട്രോൾ, 10.11 ട്രേസബിലിറ്റി ആൻഡ് റീകാൾ പ്രൊസീജിയേഴ്സ്, യൂണിറ്റ് 11 11.13 വെൻ ടു ഇംപ്ലിമെന്റ് HACCP പ്ലാൻ, യൂണിറ്റ് 12 12.3 ഹസാർഡ് അനാലിസിസ് വർക്ക്ഷീറ്റ്. ഇതെല്ലാം എന്താണ് മീഡിയം റെലവെന്റ് ഉള്ള ഒരു ടോപ്പിക് ആണ്. 8 6 9 10 തവണയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എന്നാൽ യൂണിറ്റ് 11 ബ്ലോക്ക് 3 യൂണിറ്റ് 11 11.2 ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ്, 11.3 ഡിറ്റർമിനേഷൻ ഓഫ് സിഗ്നിഫിക്കന്റ് ഹസാർഡ്സ്, 11.4 ഡിറ്റർമിനേഷൻ ഓഫ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്സ്. ഇതെല്ലാം എന്താണ് ഹൈ ഈൽഡ് ഹൈ റെലവെന്റ് ടോപ്പിക്സ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ബ്ലോക്ക് 4 ഞാൻ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 4 നമ്മൾ ആ ബാർ ഡയഗ്രത്തിലേക്ക് കണ്ടു. മീഡിയം റെലവെന്റ് അല്ലെങ്കിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് വന്നിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ബ്ലോക്ക് 4. സോ ബ്ലോക്ക് 4 യൂണിറ്റ് 13 13.2 ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, 13.3 ഗുഡ് ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ്, 13.4 ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്, 13.5 ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ്, യൂണിറ്റ് 14 14.2 ഗുഡ് റീറ്റെയിൽ പ്രാക്ടീസസ്. ഇതെല്ലാം എന്താണ് മീഡിയം റെലവൻസ് ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 14 14.3 ഗുഡ് ട്രാൻസ്പോർട്ട് പ്രാക്ടീസസ്, 14.5 ട്രേസബിലിറ്റി റെക്കോർഡ്സ്, യൂണിറ്റ് 15 15.2 വാട്ട് ഇസ് ട്രേസബിലിറ്റി, യൂണിറ്റ് 15 15.3 റേഷണൽ ആൻഡ് ഒബ്ജക്റ്റീവ് ട്രേസബിലിറ്റി, യൂണിറ്റ് 15 15.4 ട്രേസബിലിറ്റി ആൻഡ് കോഡക്സ്. ഇതെല്ലാം എന്താണ് 6 9 തവണയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ഇതെല്ലാം മീഡിയം റെലവെന്റ് ആണ്. എന്നാൽ അതേസമയം യൂണിറ്റ് 15 15.5 കമ്പോണൻസ് ഓഫ് ട്രേസബിലിറ്റി പ്രൊഡക്റ്റ് ട്രേസിംഗ് ടൂൾ, 15.6 ലിമിറ്റേഷൻസ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ദ ട്രേസബിലിറ്റി പ്രൊഡക്റ്റ് ട്രേസിംഗ് ടൂൾ, 15.8 റെക്കമെൻഡഡ് സ്റ്റെപ്സ് ഫോർ ദി ആപ്ലിക്കേഷൻ ഓഫ് ട്രേസബിലിറ്റി പ്രൊഡക്റ്റ് ട്രേസിംഗ് ടൂൾ. ഇത് ബ്ലോക്ക് 4 ഹൈ റെലവൻസ് വരുന്ന ടോപ്പിക്സ്. ഒരു 15 മുതൽ 15 തവണ വരെ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. എന്നാൽ അതേസമയം ബ്ലോക്ക് 4 യൂണിറ്റ് 15 15.7 ആൾട്ടർനേറ്റീവ്സ് ടു ദ ട്രേസബിലിറ്റി പ്രൊഡക്റ്റ് ട്രേസിംഗ് ടൂൾ, യൂണിറ്റ് 15 15.9 ഇന്ത്യസ് എക്സ്പീരിയൻസ് വിത്ത് ട്രേസബിലിറ്റി ദ ഗ്രേപ്പ് സ്റ്റോറി. ഇതെല്ലാം മീഡിയം റെലവെന്റ് ടോപ്പിക്സ് ആണ്. സോ നമ്മൾ ഈ ഹൈ മീഡിയം ലോ റെലവെന്റ് ടോപ്പിക്സ് നമുക്ക് വരുന്നേ ഇല്ല. കാരണം എല്ലാതും 10 കൂടുതൽ തവണ ഓരോ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ മീഡിയം റെലവെന്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ അല്ല, മറിച്ച് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ഹൈ ഈൽഡ് ടോപ്പിക്സ്. ദെൻ നമ്മൾ മീഡിയം ടോപ്പിക്സ് കവർ ചെയ്യണം. ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നൊരു കാര്യം മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ ഒരിക്കലും സ്കിപ്പ് ചെയ്യുക എന്നൊരു കാര്യം വരുന്നില്ല. ഓക്കെ, സോ
കുറച്ച് ഹൈൽഡ് ടോപ്പിക്സ് ആണ്. 6.3 ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി റിസ്ക് മാനേജ്മെന്റ്, 7.3 പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി റിസ്ക് അസസ്മെന്റ്, 5.4 റിസ്ക് അനാലിസിസ് ഡെഫിനിഷൻ റിലേറ്റഡ് ടു ഫുഡ് സേഫ്റ്റി. സോ ഇതിപ്പോ ഇങ്ങനൊരു ടോപ്പിക്സ് എന്നെല്ലാം നമ്മൾ മാക്സിമം എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിനെ പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡീപ്പ് ആയിട്ടുള്ള അതിന്റെ നോളജ് എല്ലാം നമ്മുടെ ആൻസറിനകത്ത് വരണം. ഓക്കെ, വേറെ കുറച്ച് ടോപ്പിക്സ് ആണ്. നീഡ് ഫോർ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റംസ്, HACCP പ്രിൻസിപ്പിൾസ്, കമ്പോണൻസ് ഓഫ് ട്രേസബിലിറ്റി, പ്രൊഡക്റ്റ് ട്രേസിംഗ് ടൂൾ. ഇതുപോലത്തെ ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ ഓവറോൾ അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു സിസ്റ്റത്തിന്റെ ഡിസൈന്, ബെനിഫിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, കോമ്പണൻസിന്റെ ഔട്ട്ലൈൻ, ആപ്ലിക്കേഷൻസോ എക്സാമ്പിൾസോ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ അത് പോയിന്റ് വൈസ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി. അതായത് നമ്മളിപ്പം ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ജൂൺ ആൻഡ് ഡിസംബർ, അതായത് 2022 to 2024 വരെയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസോ ഒന്നും തന്നെ ഇതുവരെ അപ്പിയർ ചെയ്തിട്ടില്ല. എന്നാൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് നോട്ട് ഉണ്ട്, ഒബ്ജക്റ്റീവ് മാച്ചിങ് ഉണ്ട്. ഇങ്ങനെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡീപ്പ് ആയിട്ടുള്ള നോളജ് ആണ് ആക്ച്വലി അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരു 18 to 15 മാർക്സിന് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ അത് ഡിസ്ക്രൈബ് ചെയ്യണം, ഓരോ പ്രോസസ്സും ഡിഫൈൻ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം, എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, സബ് ടൈറ്റിൽസ് ആക്കിയിട്ട് പാരഗ്രാഫ് ആക്കി നീറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം, ഡയഗ്രാംസ് വരുന്നുണ്ടെങ്കിൽ ഡയഗ്രാംസ് പ്രോപ്പറായി ലാബൽ ചെയ്തിട്ട് തന്നെ കൊടുക്കണം. ഒരു 8 to 10 മാർക്സിനാണെങ്കിൽ ഒരു മാക്സിമം 220 വേർഡ്സിലും 12 to 15 മാർക്സിനാണെങ്കിൽ മാക്സിമം 300 വേർഡ്സിലും 20 മാർക്സിനാണെങ്കിൽ ഒരു മാക്സിമം 350 വേർഡ്സിലും എന്ത് ചെയ്യാം, ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ മേ ബി ഡിഫൈൻ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാമ്പിൾസും ആപ്ലിക്കേഷൻസും ഡയഗ്രാംസും എല്ലാം കൊടുത്തിട്ട് തന്നെ അവസാനിപ്പിക്കുക. എന്നാൽ അതേസമയം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ കോളം വരച്ചിട്ട് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനകത്ത് കൊടുക്കുന്ന പോയിന്റ്സ് എല്ലാം അപ്പോൾ കീ പോയിന്റ്സ് ആയിരിക്കണം. ബ്ലെൻഡർ എഴുതിയാൽ മീൻസ് പെട്ടെന്ന് മാർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കോളമാക്കി എഴുതുന്ന സമയത്ത്. സോ വളരെ കീ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം കൊടുക്കുക. 2 to 6 മാർക്സിനാണ് യൂഷ്വലി വരാറുള്ളത്. ഒരു 50 to 80 വേർഡ്സിൽ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഷോർട്ട് നോട്ട് ബാസ്കറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. വളരെ ക്രിസ്പ് ആയിട്ടുള്ള കുറച്ച് പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനീഷൻസും കുറച്ച് എക്സാമ്പിൾസും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസും, അങ്ങനെ ഒരു മാക്സിമം ഒരു 120 വേർഡ്സിൽ എന്ത് ചെയ്താൽ മതി, ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്താൽ മതി. പിന്നെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു എന്ത് ചെയ്യാം, ഒരു വേർഡോ ഒരു ഫ്രേസോ അല്ലെങ്കിൽ ഒരൊറ്റ സെന്റൻസോ അത്ര മാത്രം മതി അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്. ഞാൻ നേരത്തെ പറഞ്ഞു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആവുമ്പോൾ നമുക്ക് 18 to 15 മാർക്സിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഒരു മാക്സിമം ഒരു 300 വേർഡ്സിൽ നമ്മൾ ആൻസർ എഴുതണം. വളരെ എന്താണ് ഇപ്പൊ ഒരു HACCP പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ട്രേസബിലിറ്റി ആൻഡ് TQM അങ്ങനെ GAP GHP അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന്റെ ഓരോന്നിന്റെയും സിസ്റ്റം ഡിഫൈൻ ചെയ്യണം. കീ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ടുള്ള ഹെഡിങ്സ് വേണം, ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യണം. പിന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പ് ആയിട്ട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയുന്നുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കവർ ചെയ്യണം. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇപ്പൊ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫുഡ് ഇൻഫെക്ഷൻ ആൻഡ് ഫുഡ് ഇൻടോക്സിക്കേഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ 2 കോളം വരച്ചിട്ട് കുറച്ചധികം ഒരു 8 or 10 കീ പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യുക. ഇനി വാട്ട് ഈസ് CCP അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, ഷാർപ്പ് ഡിസ്റ്റിങ്ഷൻസ്, എക്സാമ്പിൾസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു മാക്സിമം 80 വേർഡ്സിൽ എന്ത് ചെയ്താൽ മതി, ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്താൽ മതി. ഈ ഷോർട്ട് നോട്ട് ബാസ്കറ്റ് ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. FSM, സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ, 6 സിഗ്മ, പ്രൊജക്ട് മാനേജ്മെന്റ് ഇതുപോലത്തെ ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 കോർ ഫീച്ചേഴ്സ്, 1-2 എക്സാമ്പിൾസ് അല്ലെങ്കിൽ 1-2 ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ്
അത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഒബ്ജക്റ്റീവ് മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്താണോ ആ ക്വസ്റ്റ്യന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആണെങ്കിൽ ആ ഒരൊറ്റ വേർഡ് മാത്രം എഴുതിയാൽ മതി. ഒരു സെന്റൻസിൽ ആൻസർ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സെന്റൻസ് മാത്രം മതി. കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻസോ എക്സാമ്പിൾസോ അപ്ലിക്കേഷൻസോ ഒന്നും കാണിക്കണ്ട. എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ എഴുതണം, അപ്ലിക്കേഷൻ ആണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ എഴുതണം. അല്ലാതെ ജസ്റ്റ് ഒരു ടേം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ആ ടേം എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ. സോ ഇനി ഓരോ ബ്ലോക്കിന്റെയും റെലവൻസ് ആണ് ടോട്ടൽ പെർസെന്റേജ്. ഓരോ ബ്ലോക്കിന് നമുക്ക് എത്ര പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ബ്ലോക്ക് 1 ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, ഹസാർഡ്സ്, ക്വാളിറ്റി, PQM, പ്രൊജക്ട് മാനേജ്മെന്റ്. ജൂൺ 23 37 ആണ്, 37.5. ഡിസംബർ 23 25. അങ്ങനെ ഇവിടെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഏകദേശം ഒരു 37.5 മാർക്സിന് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും ബ്ലോക്ക് 1 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആവറേജ് ഒരു 35 മാർക്സിന് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് 1 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ടോട്ടൽ പെർസെന്റേജ് ഷെയർ എന്ന് പറയുന്നത് 35% ആയിരിക്കും. ഇനി ബ്ലോക്ക് 2 റിസ്ക് അനാലിസിസ്, റിസ്ക് മാനേജ്മെന്റ്, റിസ്ക് അസസ്മെന്റ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ. അതും ഏകദേശം ഒരു 25 to 37 മാർക്സിന് വരെ ചോദിച്ചിട്ടുണ്ട്. ആവറേജ് നമുക്കൊരു 30 മാർക്സ് അതിന് ആ ഒരു ബ്ലോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഒരു 30% ആ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 3 ആണ് HACCP, ഹിസ്റ്ററി, പ്രിൻസിപ്പിൾസ്, ഇംപ്ലിമെന്റേഷൻ, കേസ് സ്റ്റഡീസ്. 17.5% ടോട്ടൽ ഷെയർ വരുന്നുള്ളൂ. അതിനകത്തുനിന്ന് മാക്സിമം ചോദിച്ചിട്ടുള്ളത് 25 മാർക്സ് ഒക്കെയാണ് മാക്സിമം വന്നിട്ടുള്ളത്. ബ്ലോക്ക് 4 ആണെങ്കിലും കുറവാണ്, 25 മാർക്സിനൊക്കെയാണ് മാക്സിമം വന്നിട്ടുള്ളത്. അതർ ഫുഡ് സേഫ്റ്റി പ്രാക്ടീസസ്, GAP, GAHP, GMP, GRP, GTP, ട്രേസബിലിറ്റി, ലാബലിംഗ്. അതായത് ഒരു 17.5% ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് 4 ഒന്നും എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് ആണ്. SA ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഡിക്ലൈൻ ചെയ്ത് ഇപ്പം നല്ലൊരു ഇൻക്രീസ് തന്നെയാണ് കാണിക്കുന്നത് SA ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ. എന്നാൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെറിയൊരു ഡിക്രീസ് കാണിക്കുന്നുണ്ടെങ്കിലും അത്ര കണക്കിലെടുക്കാൻ പറ്റുന്ന ഒരു ഡിക്രീസ് ഒന്നും അല്ല അത്. ഷോർട്ട് നോട്ട് ബാസ്കറ്റ്സും ഓവറോൾ ആ ഒരു ട്രെൻഡ് ആണ് ഈ ഒരു ഡയഗ്രത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ SA ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡൊമിനേറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഓവറോൾ ഒരു 2/3 അല്ലെങ്കിൽ 3/4 ഓഫ് ദി ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് SA ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. 2022 78% ആയിരുന്നു, 2024 അത് 66% ആയി. ഓക്കെ. ഇനി ഷോർട്ട് ആൻസർ അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഷാർപ്പ് റൈസസ് തന്നെയാണ് വരുന്നത്. 7%ൽ നിന്ന് 20% ആയിട്ട് റൈസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ ഷോർട്ട് ആൻസർ ടൈപ്പ് ഡെഫിനിഷൻസ്, ക്രൈറ്റീരിയ, ഡിഫറൻഷിയേറ്റിംഗ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യണം. ഷോർട്ട് നോട്ട് ബാസ്കറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റേബിൾ ആയിട്ടാണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാനും പറ്റൂല. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും ചോദിക്കും എന്നൊരു ഉറപ്പ് പറയാനും പറ്റുന്നില്ല, എന്നാൽ വരൂല എന്നൊരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണിക്കുന്നത്. ഓക്കെ. ഓവറോൾ ഒരു 5 മാർക്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സ്പ്ലെയിൻ ദ റിസ്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഗോൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. റിസ്ക് കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം, അതിന്റെ ഗോൾസും പ്രിൻസിപ്പിൾസും കൂടെ പറയുന്നുണ്ട്. ഏകദേശം 8 തവണ ചോദിച്ചിട്ടുണ്ട്. സോ റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇന്ററാക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഒപ്പീനിയൻസ് എമംഗ് റിസ്ക് അസസറീസ്, റിസ്ക് മാനേജേഴ്സ്, കൺസ്യൂമേഴ്സ്, ഇൻഡസ്ട്രി, അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിഗാർഡിംഗ് ഫുഡ് സേഫ്റ്റി റിസ്ക് അല്ലെ. പിന്നെ ഗോൾസ് ഓഫ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻഫോം ചെയ്യുക അബൌട്ട് ഫുഡ് സേഫ്റ്റി റിസ്ക്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് പ്രൊമോട്ട് ചെയ്യുക, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് പ്രൊമോട്ട് ചെയ്യുക, ട്രസ്റ്റ് ട്രാൻസ്പെറൻസി ബിൽഡ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ഗോൾസും കൂടെ എഴുതാം. പിന്നെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി, ഓപ്പൺ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ, അക്യൂറസി, അതായത് സയൻസ് ബേസ്ഡ് ആൻഡ് എവിഡൻസ് ഡ്രിവൺ ആണ്, ടൈംലെസ് ആണ്, ക്ലാരിറ്റി ഉണ്ട്. അങ്ങനത്തെ എന്ത് ചെയ്യാം, ആ പ്രിൻസിപ്പിൾസും കൂടെ കൺസിസ്റ്റൻസി വരെയുള്ള പ്രിൻസിപ്പിൾസും കൂടെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദി കോമ്പോണൻസ് ഓഫ് റിസ്ക് അനാലിസിസ് ആൻഡ് ഔട്ട്ലൈൻ ഇറ്റ്സ് ചലഞ്ചസ് ആൻഡ് ബെനിഫിറ്റ്സ് ഇൻ ഫുഡ് സേഫ്റ്റി. റിസ്ക് അനാലിസിസിന്റെ കോമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിന്റെ ചലഞ്ചസും ബെനിഫിറ്റ്സും കൂടെ, ഫുഡ് സേഫ്റ്റിയിലുള്ള ചലഞ്ചസും ബെനിഫിറ്റ്സും കൂടെ പറയണം. റിസ്ക് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് യൂസ്ഡ് ടു എൻഷുർ ഫുഡ് സേഫ്റ്റി ത്രൂ സയൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്.
കോമ്പണൻസ് എന്ന് പറയുന്നത് റിസ്ക് അസസ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ. റിസ്ക് അസസ്മെന്റിൽ വരുന്നത് ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ, ഹസാർഡ് ക്യാരക്ടറൈസേഷൻ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരിക്കും. റിസ്ക് മാനേജ്മെന്റ് ആവുമ്പോൾ സെലക്ഷൻ ഓഫ് കൺട്രോൾ മെഷേഴ്സ്, പോളിസി ഡിസിഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. റിസ്ക് കമ്മ്യൂണിക്കേഷൻ ആവുമ്പോൾ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് വരുന്നത് ഒന്ന് സയൻസ് ബേസ്ഡ് ഡിസിഷൻസ് ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ട്രേഡ് ഫെസിലിറ്റേഷൻ. ചലഞ്ചസ് വരുന്നത് ഡാറ്റ ഗ്യാപ്സ് ആൻഡ് അൺസർട്ടനിറ്റി, റിസോഴ്സ് ലിമിറ്റേഷൻസ്, പബ്ലിക് മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസ്ക്. ഓക്കെ. Third question, define risk management and describe the general principles of food safety risk management. Risk management എന്ന് വെച്ചാൽ process of weighing policy options and implementing control measures to reduce food safety risk. Principles: science-based decision making, precaution approach, transparency, probability, stakeholder involvement, continuous monitoring. അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ ഫുഡ് ഹസാർഡ് ആൻഡ് ഡിസ്ക്രൈബ് ദ മെയിൻ ടൈപ്സ് ഓഫ് ഫുഡ് ഹസാർഡ്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഫുഡ് ഹസാർഡ് എന്ന് വെച്ചാൽ ബയോളജിക്കൽ, കെമിക്കൽ ഓർ ഫിസിക്കൽ ഏജന്റ് ഇൻ ഫുഡ് ദാറ്റ് കോസ് അഡ്വേഴ്സ് ഹെൽത്ത് എഫക്ട്. ബയോളജിക്കൽ ഹസാർഡ് ആണെങ്കിൽ ബാക്ടീരിയ, വൈറസ്, സാൽമോണെല്ല പോലുള്ള ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഏതെങ്കിലും വൈറസസ്. കെമിക്കൽ ഹസാർഡ്സ് ആണെങ്കിൽ പെസ്റ്റിസൈഡ്സ് ആവാം, ഫുഡ് അഡൾട്രൻസ് ആവാം. ഫിസിക്കൽ ഹസാർഡ്സ് ആണെങ്കിൽ ആക്സിഡന്റലി വന്നു പോകുന്ന മെറ്റൽ ഫ്രാഗ്മെന്റ്സോ ഗ്ലാസ് പീസസോ അങ്ങനത്തെ ഒക്കെ. Fifth question, explain good agricultural practices highlighting their principles, objectives and benefits. Agricultural practices ആണ് ചോദിച്ചിട്ടുള്ളത്. Good agricultural practices എന്ന് വെച്ചാൽ recommended farming practices that ensure food safety, environmental sustainability and worker welfare. GAP യുടെ principles safe use of pesticides, soil and water management, hygiene during harvesting, traceability. Objectives വരുന്നത് reduce contamination risk, സേഫ് ഓഫ് റോ മെറ്റീരിയൽസിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക, സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുക. ബെനിഫിറ്റ്സ് ഫുഡ് സേഫ്റ്റി, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യാം ബെനിഫിറ്റ്സ് ആയിട്ടും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. Next question, explain 6 Sigma approach principles as applied to food safety and quality management. ജസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പം 6 സിഗ്മ ബേസ് അപ്രോച്ച് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിന്റെ പ്രിൻസിപ്പിൾസും എക്സ്പ്ലെയിൻ ചെയ്യണം. 6 സിഗ്മ എന്നാൽ ഡാറ്റ ഡ്രിവൺ ക്വാളിറ്റി മാനേജ്മെന്റ് അപ്രോച്ച് എയിംഡ് അറ്റ് റെഡ്യൂസിംഗ് ഡിഫക്ട്, വാരിയബിലിറ്റി ആൻഡ് പ്രോസസ് ഫെയിലിയേഴ്സ് to improve food safety and quality. 6 സിഗ്മ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയായിരുന്നു? ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ്, കൺട്രോൾ. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നോ രണ്ടോ ലൈൻസിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ ബെനിഫിറ്റും കൂടെ, ഫുഡ് സേഫ്റ്റി ഇൻസിഡൻസിനെ റെഡ്യൂസ് ചെയ്യും, പ്രൊഡക്റ്റ് കൺസിസ്റ്റൻസി ഇംപ്രൂവ് ചെയ്യും, റെഗുലേറ്ററി കോംപ്ലയൻസ് എൻഹാൻസ് ചെയ്യും. ആ കാര്യങ്ങളോട് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാൽ മതി. Then discuss traceability in Indian food chain with reference to the grape export case and its benefits. Traceability എന്ന് വെച്ചാൽ ability to track food product through all stages of production, processing and distribution. പ്രൊഡക്ഷനിലും പ്രോസസ്സിംഗിലും ഡിസ്ട്രിബ്യൂഷനിലും എന്ത് ചെയ്യാണ്, ഫുഡിന്റെ ഓരോ സ്റ്റേജിലും അതിന്റെ എബിലിറ്റി ട്രാക്ക് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. ഇന്ത്യൻ ഗ്രേപ്പ് എക്സ്പോർട്ട് കേസ് എന്ന് പറയുന്നത് അത് EU റിജക്ട് ചെയ്തൊരു കേസ് ആയിരുന്നു അല്ലെ. മീൻസ് ഈ ഒരു കേസ് റിജക്ട് ചെയ്തു, ഇന്ത്യൻ ഗ്രേപ്സ് റിജക്ട് ചെയ്തു ഡ്യൂ ടു പെസ്റ്റിസൈഡ് റെസിഡ്യൂസ്, ഹയർ എമൗണ്ട് ഓഫ് പെസ്റ്റിസൈഡ്സിന്റെ യൂസ് കൊണ്ട് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രൊജക്റ്റ് ആണ് ആക്ച്വലി ഇന്ത്യൻ ഗ്രേപ്പ് എക്സ്പോർട്ട് കേസ് എന്ന് പറയുന്നത്. ഗ്രേപ്പ് നെറ്റ് സിസ്റ്റം ആണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ റെസിഡ്യൂ ടെസ്റ്റിംഗ്, ഫാർമർ രജിസ്ട്രേഷൻ, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ എഴുതാം. പിന്നെ ബെനിഫിറ്റ്സും കൂടെ എഴുതാം, എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ളതും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. Then explain HACCP approach and the state principles of HACCP. എന്താണ് HACCP? Hazard analysis and critical control point. Systematic preventive approach ആണ്, ഐഡന്റിഫൈ ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ, ഫുഡ് സേഫ്റ്റി ഹസാർഡ്സ് കൺട്രോൾ ചെയ്യാൻ. അതിന്റെ 7 പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ. കണ്ടക്ട് ഹസാർഡ് അനാലിസിസ്, CCP, ഐഡന്റിറ്റി ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, എസ്റ്റാബ്ലിഷ് ക്രിട്ടിക്കൽ ലിമിറ്റ്സ്. ആ 7 പ്രിൻസിപ്പിൾസും കൂടെ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ 9th ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്ക്രൈബ് ദ കീ ഫുഡ് സേഫ്റ്റി എലമെന്റ്സ് ഓഫ് ഗുഡ് ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ്.
GAHP ഗുഡ് അനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് എന്ന് വെച്ചാൽ റെക്കമെൻഡഡ് പ്രാക്ടീസ് ഫോർ സേഫ് ആൻഡ് ഹൈജീനിക് പ്രൊഡക്ഷൻ ഓഫ് ആനിമൽ ബേസ്ഡ് ഫുഡ്. ഓക്കെ, അവിടുത്തെ കീ എലമെന്റ് വരുന്നത് ആനിമൽ ഹെൽത്ത്, ഡിസീസ് കൺട്രോള്, ഹൈജീനിക് ഹൗസിംഗ് ആൻഡ് ഫീഡിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കീ എലമെന്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫുഡ് ഇൻഫെക്ഷൻ ആൻഡ് ഫുഡ് ഇൻടോക്സിക്കേഷൻ. രണ്ട് കോളായിട്ട് വേണമെങ്കിൽ എഴുതാം. ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ലൈവ് മൈക്രോബ്സിന്റെ ആക്ഷൻ കൊണ്ട് കോസ് ചെയ്യുന്നതാണ്. ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുമ്പോൾ ടോക്സിൻസ് വരുന്നതുകൊണ്ട് വരുന്നതാണ്. ഇനി ഫുഡ് ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇൻക്യുബേഷൻ ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്ന സിംറ്റം എന്ന് പറയുന്നത് ഇൻക്യുബേഷന് ശേഷം എന്ത് ചെയ്യുള്ളൂ, സിംറ്റംസ് അപ്പിയർ ചെയ്യുള്ളൂ. ഫുഡ് ഇൻടോക്സിക്കേഷൻ ആണെങ്കിൽ റാപ്പിഡ് ആയിട്ട് തന്നെ സിംറ്റംസ് വരും. ഫുഡ് ഇൻഫെക്ഷൻ ഉള്ള ഒരു എക്സാമ്പിൾ ആണ് സാൽമോണല്ല. ഫുഡ് ഇൻടോക്സിക്കേഷൻ ആണെങ്കിൽ സ്റ്റാഫൈൽ കോക്കാൽ ടോക്സിൻ, അതുപോലത്തെ ടോക്സിന്റെ പേര് എഴുതിയാൽ മതിയാകും. ഓക്കെ, ഇത്രയാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് എത്ര തവണ, ഏതൊക്കെ ബ്ലോക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഏത് യൂണിറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ആവറേജ് എത്ര മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ റിസ്ക് കമ്മ്യൂണിക്കേഷൻ, ഡിസ്കസ് ഇറ്റ്സ് ഗോൾസ് ആൻഡ് പ്രിൻസിപ്പിൾ. ബ്ലോക്ക് 2 റിസ്ക് അനാലിസിസ് എന്ന ബ്ലോക്കില് വരുന്നൊരു ടോപ്പിക് ആണ്. സോ 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് ഒരു 8.5 മാർക്കിന് ഈ ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. എക്സ്പ്ലെയിൻ ദി കോമ്പോണൻസ് ഓഫ് റിസ്ക് അനാലിസിസ് ആൻഡ് ഔട്ട്ലൈൻ ഇറ്റ്സ് ചലഞ്ചസ് ആൻഡ് ബെനിഫിറ്റ്സ് ഇൻ ഫുഡ് സേഫ്റ്റി. ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്ന ഒരു ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു റിസ്ക് അനാലിസിസ് എന്ന യൂണിറ്റിനകത്ത് ഏകദേശം 4 തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആവറേജ് ഒരു 6.3 മാർക്സിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. Then define risk management and describe the general principles of food safety risk management. Block 2 യൂണിറ്റ് 6 റിസ്ക് മാനേജ്മെന്റ് എന്ന യൂണിറ്റിനകത്ത് വരുന്ന ഒരു ടോപ്പിക് ആണ്. 3 തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 11.7 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാം. ഡിഫൈൻ എ ഫുഡ് ഹസാർഡ് ആൻഡ് ഡിസ്ക്രൈബ് ദ മെയിൻ ടൈപ്സ് ഓഫ് ഫുഡ് ഹസാർഡ്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്ന ഒരു ടോപ്പിക്കാ ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സേഫ്റ്റി എന്നൊരു യൂണിറ്റിനകത്ത് 3 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. 10.7 മാർക്സിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ GAP ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, ഒബ്ജക്റ്റീവ്സ്. ഇത് ബ്ലോക്ക് 4 യൂണിറ്റ് 13 വരുന്ന ഒരു ടോപ്പിക് ആണ്. GAP, GAHP, GMP 3 തവണയാണ് വന്നിട്ടുള്ളത്. ബട്ട് 8.3 വരെ ആവറേജ് മാർക്ക് അതിനെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ 6 സിഗ്മ പ്രിൻസിപ്പിൾസ്, അതിന്റെ ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 TQM എന്ന യൂണിറ്റിനകത്ത് വരുന്ന ഒരു ടോപ്പിക് ആണ്. 3 തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആവറേജ് ഒരു 6.7 മാർക്സ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഡിസ്കസ് ട്രേസബിലിറ്റി ഇൻ ഇന്ത്യൻ ഫുഡ് ചെയിൻ വിത്ത് റെഫറൻസ് ടു ദി ഗ്രേപ്പ് എക്സ്പോർട്ട് കേസ് ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. ബ്ലോക്ക് 4 യൂണിറ്റ് 15 വരുന്ന ഒരു ടോപ്പിക്കാണ് ട്രേസബിലിറ്റി സ്റ്റഡീസ്. 3 തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആവറേജ് ഒരു 9.7 മാർക്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എക്സ്പെക്ട് ചെയ്യാം. ദെൻ എക്സ്പ്ലെയിൻ HACCP അപ്രോച്ച് ആൻഡ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് HACCP. ബ്ലോക്ക് 3 യൂണിറ്റ് 9 വരുന്ന ഒരു ടോപ്പിക്കാ. യൂണിറ്റ് 9 11 വരുന്നുണ്ട് HACCP. 2 തവണയാണ് വന്നിട്ടുള്ളത്. ബട്ട് ആവറേജ് ഒരു 10 മാർക്സ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ദെൻ കീ ഫുഡ് സേഫ്റ്റി എലമെന്റ്സ് GAHP, അത് ബ്ലോക്ക് 4 യൂണിറ്റ് 13 GAHP എന്നൊരു യൂണിറ്റിനകത്തു നിന്നാണ്. ആവറേജ് 8.5 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഫുഡ് ഇൻഫെക്ഷൻ ആൻഡ് ഫുഡ് ഇൻടോക്സിക്കേഷൻ, ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഫുഡ് ബോൺ ഹസാർഡ്സ് എന്ന യൂണിറ്റിനകത്ത് 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് 5 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി എങ്ങനെയാണ് സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും പ്ലാൻ ചെയ്യേണ്ടത്, ടൈം പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പം ഒരു എന്ത് ചെയ്യാം, ഇപ്പൊ ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 8 to 10 മാർക്കിന്റെ ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓവറോൾ 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ അതിന്റെ കീ പോയിന്റ്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുക. ഒരു 10 മുതൽ 12 മിനിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യുക, അത്
ആൻസർ എഴുതി തീരണം. അങ്ങനെ എഴുതി തീരണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും നമ്മളത് റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. നമ്മളത് ആ ഒരു 10 to 12 മിനിറ്റ് കൊണ്ട് നമ്മളത് എഴുതിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓരോ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും എഴുതിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി കോൺസെപ്റ്റൽ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ക്ലസ്റ്ററിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് റിസ്ക് അനാലിസിസ്, റിസ്ക് മാനേജ്മെന്റ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ, HACCP, GHP, ഇതുപോലത്തെ ഡയറക്റ്റ് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതും ഒരു 20 മാർക്സ് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിനെന്ത് ചെയ്യുക, സബ് പാർട്ടുകളാക്കിയിട്ട് എക്സാമ്പിൾസും ബെനിഫിറ്റ്സും പ്രിൻസിപ്പിൾസും ആപ്ലിക്കേഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റിന്റെ അല്ലെങ്കിൽ മാക്സിമം ഒരു 15 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ മാർക്ക് അനുസരിച്ച് വേണം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും. ആവറേജ് മാർക്ക് ഹയർ വരുന്ന ടോപ്പിക്സ് എന്ത് ചെയ്യുക, ആദ്യം റിവൈസ് ചെയ്തിട്ട് പോവുക. അങ്ങനെ മാർക്കിന്റെ ബേസിസിൽ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്സും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ജൂൺ 2022 ടു ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ബേസിസിൽ നമ്മളിപ്പം പറഞ്ഞ സെയിം ഡാറ്റയുടെ ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ടോപ്പിക്സിന്റെയും പ്രോബബിലിറ്റി ആണ്. സോ നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇൻ വിച്ച് ടോപ്പിക് അപ്പിയേഴ്സ് ഡിവൈഡഡ് ബൈ 7 ടോട്ടൽ പേപ്പേഴ്സ് ഇൻറ്റു 100. സോ പ്രോബബിലിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഹൈ ടോപ്പിക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70% വരുന്ന പ്രോബബിലിറ്റി പെർസെന്റേജ് 70%, അതിൽ കൂടുതലോ വരുന്ന ടോപ്പിക്സ് ആണ് ഹൈ ഈൽഡ് ടോപ്പിക്സ്. 40 to 69% പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്ന ടോപ്പിക്സ് ആണ് മീഡിയം ടോപ്പിക്സ്. ലെസ് ദാൻ 40% വരുന്ന ടോപ്പിക്സ് ആണ് ലോ റെലവന്റ് ടോപ്പിക്സ്. സോ നമ്മളത് അനലൈസ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഹൈജീൻ കണ്ടാമിനേഷൻ പോയിന്റ്സ് അലോങ് ദി ഫുഡ് ചെയിൻ, അതുപോലെ യൂണിറ്റ് 3 TQM ബേസിക്സ്, ഡെഫിനേഷൻസ്, ഡയമെൻഷൻസ്, ടെനൻസ് ആൻഡ് ബെനിഫിറ്റ്സ്, യൂണിറ്റ് 4 തന്നെ പ്രൊജക്ട് മാനേജ്മെന്റ് ആൻഡ് 7S 7C ഫ്രെയിംവർക്ക് 4.2 4.6 4.8 ആണത്. ഇതൊക്കെ ഏകദേശം ഇപ്പോൾ ടോപ്പിക് യൂണിറ്റ് 1 ടോപ്പിക് ആണെങ്കിൽ 100% ആണ് പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്നത്. അതായത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കാണാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ 100 86 അത്രയൊക്കെ പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്നുണ്ട്. അതുപോലെ യൂണിറ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 റിസ്ക് അനാലിസിസ്, ഡെഫിനീഷൻസ്, കോമ്പോണൻസ്, ചലഞ്ചസ് ആൻഡ് ബെനിഫിറ്റ്സ് 5.4 to 5.6 ഇത് 71% വരുന്നത്. ഇതും ഹൈ ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫ്രെയിംവർക്ക് ഓഫ് ഫുഡ് സേഫ്റ്റി റിസ്ക് മാനേജ്മെന്റ് 6.3 6.4 ഇതും 71% ആണ്. ഇത്രയും ടോപ്പിക്സ് എല്ലാം ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. എന്നാൽ അതേസമയം ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഹസാർഡ്സ് ടു സേഫ് ഫുഡ് ടൈപ്സ് ആൻഡ് എക്സാമ്പിൾസ് 1.2 1.8 1.8.1 to 1.8.3 അത് 43% വരുന്നുള്ളൂ. സോ മീഡിയം റെലവെന്റ് ആണ്. എന്നാൽ ബ്ലോക്ക് 2 യൂണിറ്റ് 7 പ്രിൻസിപ്പിൾസ്, ക്രൈറ്റീരിയ, സ്റ്റെപ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി, റിസ്ക് അസസ്മെന്റ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ, ഗോൾസ് ആൻഡ് പ്രിൻസിപ്പിൾ ക്ലസ്റ്റർ അണ്ടർ റിസ്ക് അനാലിസിസ്. പിന്നെ യൂണിറ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 9 HACCP അപ്രോച്ച്, ഹിസ്റ്ററി, ബെനിഫിറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് 9.7 to 9.9 വരുന്നൊരു ടോപ്പിക്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 11 CCP ഡിറ്റർമിനേഷൻ, ക്രിട്ടിക്കൽ ലിമിറ്റ്സ്, മോണിറ്ററിംഗ് ആൻഡ് റെക്കോർഡ്സ് 11.4 to 11.9 വരുന്നൊരു ടോപ്പിക് ആണത്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 GAP പ്രിൻസിപ്പിൾസ്, ഒബ്ജക്റ്റീവ്സ്, എലമെന്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ് 13.2. അതുപോലെ ബ്ലോക്ക് 4 യൂണിറ്റ് 15 ട്രേസബിലിറ്റി, കോമ്പോണൻസ്, ലിമിറ്റേഷൻസ് ആൻഡ് ഇന്ത്യൻ ഗ്രേറ്റ് കേസ് 15.3 to 15.9 ഇതെല്ലാം 100% 86% എല്ലാം പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്ന ടോപ്പിക്സ്. സോ ഇതൊക്കെ എന്താണ് ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. എന്നാൽ അതേസമയം ബ്ലോക്ക് 4 യൂണിറ്റ് 13 GAHP GMP എലമെന്റ്സ് 13.3 to 13.4. ബ്ലോക്ക് 4 യൂണിറ്റ് 14 GRP ആൻഡ് GTP key practices and hazard categories 14.2 to 14.3. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ന്യൂട്രീഷൻ ലാബലിംഗ്, കോമ്പോണൻസ്, ന്യൂട്രീഷൻ ഫാക്ട്, ഫോർമാറ്റ് 14.4 ഇതെല്ലാം മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. പിന്നെ ലോ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഡീറ്റെയിൽഡ് ഒക്യുപേഷണൽ ഹെൽത്ത് PPE കേസ് ഡീറ്റെയിൽസ് 3.9 to 3.11. ബ്ലോക്ക് 2 യൂണിറ്റ് 7 ബയോടെക്നോളജി, റിസ്ക് അസസ്മെന്റ് ആൻഡ് സെൻസിറ്റിവിറ്റി അനാലിസിസ് 7.1 to 7.11. യൂണിറ്റ്
ബ്ലോക്ക് 3 യൂണിറ്റ് 12 ഗോവ ജ്യൂസ് HACCP കേസ് സ്റ്റഡി വർക്ക്ഷീറ്റ്സ് ആൻഡ് CCP റെക്കോർഡ് ഫോർമാറ്റ്സ് 12.2 to 12.9 ഇതെല്ലാം ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. സോ ഒരിക്കലും ലോ കാറ്റഗറി ടോപ്പിക്സ് അല്ലെങ്കിൽ മീഡിയം കാറ്റഗറി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ അതൊന്നും നമുക്ക് എന്തല്ല സ്കിപ്പ് ചെയ്യാനുള്ളൊരു എന്താ പറയാ ക്രൈറ്റീരിയ അല്ല, മറിച്ച് കുറച്ച് തവണ ചോദിച്ചിട്ടുള്ളൂ. എന്നാലും 29% എല്ലാം ലോ കാറ്റഗറി ടോപ്പിക്സ് അടക്കം വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഹയർ കാറ്റഗറി ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഹൈജീൻ ആൻഡ് കണ്ടാമിനേഷൻ, ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 7 പേപ്പറിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ ഹൈ മീഡിയം ടോപ്പിക്സ് ആണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. TQM ബേസിക്സ്, പ്രൊജക്ട്, അതുപോലെ TQM ബേസിക്സ് ആണെങ്കിൽ 7 പേപ്പറിൽ 6 അപ്പിയർ ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് മാനേജ്മെന്റ് 7 പേപ്പറിൽ 6 അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഹസാർഡ് ടൈപ്സ് ആൻഡ് എക്സാമ്പിൾസ് 7 പേപ്പറിൽ 3 അപ്പിയർ ചെയ്തിട്ടുള്ളത്. റിസ്ക് അനാലിസിസ് ക്ലസ്റ്റർ 7 പേപ്പറിൽ 5 പേപ്പേഴ്സിലും വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പൊ ഹൈജീൻ ആൻഡ് കണ്ടാമിനേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടാമിനേഷന്റെ സ്റ്റെപ്സ്, സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ, GHP ഇൻ ബിൽഡിങ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. ആ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. അതുപോലെ TQM ബേസിക്സ് ആണെങ്കിൽ അതിന്റെ ഡെഫിനീഷൻ, ഡയമെൻഷൻസ്, ബെനഫിറ്റ്സ്, ഷോർട്ട് നോട്ട്സ്, എല്ലാ കാര്യങ്ങളും നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ഓരോ മാർക്കിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ അതുപോലെ റിസ്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് 7 പേപ്പറിൽ 5 പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റിസ്ക് അസസ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റെപ്സ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ 7 പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. HACCP പ്രിൻസിപ്പിൾസ്, CCP ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ്, അത് 7 പേപ്പറിൽ 6 പേപ്പറിലും വന്നൊരു ടോപ്പിക് ആണ്. GAP പ്രിൻസിപ്പിൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് 7 ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 GAP ഉണ്ട്. GAHP ആണെങ്കിൽ GAHP GMP 4 പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. GRP GTP 4 പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ന്യൂട്രീഷണൽ ലാബലിംഗ് 3 പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ട്രേസബിലിറ്റി ക്ലസ്റ്റേഴ്സ് 7 പേപ്പറിൽ 6 പേപ്പേഴ്സിനും ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ഹൈ അല്ലെങ്കിൽ മീഡിയം കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. സോ ഇതിന്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഡെഫിനീഷൻസ്, എക്സാമ്പിൾസ്, അപ്ലിക്കേഷൻസ്, പ്രിൻസിപ്പിൾസ്, സിസ്റ്റംസ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. കാരണം ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോഴും ചോദിക്കാൻ. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഈ പറയുന്ന ഹൈ അല്ലെങ്കിൽ മീഡിയം കാറ്റഗറിയിൽ വരുന്ന കംപ്ലീറ്റ് ടോപ്പിക്സ്. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 10 to 12 മാർക്ക് എസ്സേ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ മാക്സിമം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ആ ഒരു എസ്സേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യാം, ടൈം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇപ്പം ഒരു എന്താ പറയാ, ഇപ്പോ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനകത്ത് ഡെഫിനിഷൻസ്, പ്രിൻസിപ്പിൾസ്, സ്റ്റെപ്സ്, ബെനഫിറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ആൻസറിനകത്ത് കവർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഇപ്പൊ റിസ്ക് അനാലിസിസ്, റിസ്ക് അസസ്മെന്റ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടാകും, അതിന്റെ ബെനഫിറ്റ്സ് ഉണ്ടാകും, അതിന്റെ സ്റ്റെപ്സ് ഉണ്ടാകും, അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന മെത്തേഡ്സ് ഉണ്ടാകും. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ആൻസറിനകത്ത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് ഇതുപോലെ അതിന്റെ ഡെഫിനിഷന്, പ്രിൻസിപ്പിൾ, സ്റ്റെപ്സ്, ബെനിഫിറ്റ്സ്, ആപ്ലിക്കേഷൻ, യൂസസ്, അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് പഠിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിലും ഷോർട്ട് ആൻസറിലും ഏതൊരു രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യണം, അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. സോ ആ ഒരു ഹൈൽഡ് ടോപ്പിക്സിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ ഒരു മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കീ ഡെഫിനിഷൻസ്, കീ പോയിന്റ് മാത്രം, ലിസ്റ്റ്, ഡയഗ്രാംസ്, ആപ്ലിക്കേഷൻസ്, എക്സാമ്പിൾസ്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ത് ചെയ്യാം, ആ ഓരോ ടോപ്പിക്കിനകത്തും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പൊ GAHP GMP പോലുള്ള ഗുഡ് പ്രാക്ടീസസ് പഠിക്കുന്ന സമയത്ത് അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതിന്റെ കീ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഏതൊക്കെയാണ്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ലോ പ്രയോറിറ്റി ടോപ്പിക്സ് പഠിക്കുമ്പോൾ കീ ഡെഫിനിഷൻസും സ്റ്റെപ്സും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കുറച്ച് ഡെഫിനിഷൻസും സ്റ്റെപ്സും ബെനിഫിറ്റ്സും ആപ്ലിക്കേഷൻസും ഒക്കെ എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ ഇവിടെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓവറോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. 3 മണിക്കൂറായിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. മാക്സിമം 100 മാർക്ക്. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്താൽ മതി. എല്ലാ ക്വസ്റ്റ്യൻസും 20 മാർക്സ് ആണ് ക്യാരി ചെയ്യുന്നത്. പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫുഡ് സേഫ്റ്റി, കണ്ടാമിനേഷൻ ആൻഡ് FSMS. അതായത് യൂസിംഗ് ദി ഫാം ടു ഫോക്ക് കോൺസെപ്റ്റ് ഡിസ്കസ് ഹൗ ഫുഡ് സേഫ്റ്റി ഹസാർഡ്സ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദി 4 ഡിസ്റ്റിങ്ക്ട് സ്റ്റേജസ് ഓഫ് ദി ഫുഡ് ചെയിൻ ആൻഡ് സജസ്റ്റ് 1 പ്രാക്ടിക്കൽ പ്രിവെന്റീവ് മെഷർ ഫോർ ഈച്ച് സ്റ്റേജ്. ഒരു എന്താ പറയാ, കുറച്ചധികം വായിച്ച് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. അതായത് എങ്ങനെയാണ് ഫുഡ് സേഫ്റ്റി ഹസാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് 4 ഡിസ്റ്റിങ്ക്ട് സ്റ്റേജിലായിട്ട് ഫുഡ് ചെയിനിൽ നമ്മൾ എങ്ങനെയാണ് ഫുഡ് സേഫ്റ്റി ഹസാർഡ്സ് എന്താ പറയാ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ആ കാര്യം ഡിസ്കസ് ചെയ്യണം. ഏതെങ്കിലും ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള പ്രിവെന്റീവ് മെഷറും കൂടെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം തന്നെ എന്താണ് ഫാം ടു ഫോക്ക് കോൺസെപ്റ്റ് എന്ന് അറിയണം. ഫാം ടു ഫോക്ക് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഫുഡ് സേഫ്റ്റി മസ്റ്റ് ബി എൻഷുർഡ് അറ്റ് എവരി സ്റ്റേജ് ഓഫ് ദി ഫുഡ് ചെയിൻ. അത് ഈ ഫാം ടു ഫോക്ക് കോൺസെപ്റ്റ് എംഫസൈസ് ചെയ്യുന്നത് തന്നെ ഈ ഒരു കാര്യമാണ്. എല്ലാ ഫുഡ് പ്രോസസ്സിങ്ങിന്റെ ഫുഡ് ചെയിനിന്റെ എല്ലാ സ്റ്റേജിലും എന്ത് ചെയ്യണം, ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യണം എന്നുള്ളതാണ്. സോ സ്റ്റേജ് 1 എന്ന് പറയുന്നത് പ്രൈമറി പ്രൊഡക്ഷൻ. അവിടെ പോസിബിൾ ആയിട്ടുള്ള ഹസാർഡ്സ്, ബയോളജിക്കൽ ഹസാർഡ് എങ്ങനെയൊക്കെയാണ്, കെമിക്കൽ ഹസാർഡ്സ്, ഫിസിക്കൽ ഹസാർഡ്സ് ഏതൊക്കെയാണ്, അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിവെന്റീവ് മെഷർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോളജിക്കൽ ഹസാർഡ് പാത്തോജൻസ് ഫ്രം സോയിൽ ആൻഡ് വാട്ടർ ആവാം. സോ എന്ത് ചെയ്യുക, ഒരു ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, സേഫ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുക, കെമിക്കൽ ഹസാർഡ്സ് കുറക്കാൻ വേണ്ടിയിട്ട്, ഫിസിക്കൽ ഹസാർഡ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ഇറിഗേഷൻ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് ആണ്. അവിടുത്തെ പോസിബിൾ ആയിട്ടുള്ള ഹസാർഡ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അവിടെ പോസിബിൾ ആയിട്ടുള്ള പ്രിവെന്റീവ് മെഷർ പറയാം. സ്റ്റെപ്പ് 3 സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റോറേജ്. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റോറേജിലുള്ള ഏതെങ്കിലും 1-2 ഹസാർഡ്സും അവിടുത്തെ 1-2 പ്രിവെന്റീവ് മെഷേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ റീറ്റെയിൽ ആൻഡ് കൺസപ്ഷൻ ആണ്. അവിടുത്തെ 1-2 ഹസാർഡ്സും 1-2 പ്രിവെന്റീവ് മെഷേഴ്സും. ഇപ്പൊ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ റീറ്റെയിൽ ആൻഡ് കൺസപ്ഷനിൽ കോമൺ ആയിട്ടുള്ള ഒരു ഹസാർഡ് ആണ് പുവർ ഹൈജീൻ, ക്രോസ് കണ്ടാമിനേഷൻ ഡ്യൂറിങ് ഹാൻഡ്ലിംഗ് ഒക്കെ. സോ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഹൈജീൻ പ്രാക്ടീസസ് എന്ത് ചെയ്യുക, ആദ്യം പ്രൊവൈഡ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ആൻസറിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. ഇനി ഇതിനകത്ത് ബി ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ വൈ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റംസ് ഹാവ് ബിക്കം എസെൻഷ്യൽ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ചേഞ്ചിങ് ഫുഡ് കൺസംപ്ഷൻ പാറ്റേൺസ് ആൻഡ് ഗ്ലോബലൈസ്ഡ് ട്രേഡ്. Mention any 4 types of organization in the food chain that can benefit from adopting FSMS എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് എസെൻഷ്യൽ ആയത്, ഒരു ഫുഡ് കൺസംപ്ഷൻ പാറ്റേണിൽ എന്തുകൊണ്ട് അത് എസെൻഷ്യൽ ആയി, ഏതെങ്കിലും 4 ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. ഫുഡ് ചെയിനിലുള്ള ഏതെങ്കിലും 4 ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും കൂടെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യലി FSMSന്റെ നീഡ് എന്താണെന്ന് പറയാം. FSMS എന്തുകൊണ്ടാണ് എസെൻഷ്യൽ ആയത്, അതായത് ചേഞ്ചിങ് ഫുഡ് കൺസംപ്ഷൻ പാറ്റേൺ, ഇൻക്രീസ്ഡ് കൺസംപ്ഷൻ ഓഫ് പ്രോസസ്ഡ് ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിന്റെ നീഡ് പറയാം. പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് പറയാം. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് എ സിസ്റ്റമാറ്റിക് പ്രിവെന്റീവ് അപ്രോച്ച്, എൻഷുർ റെഗുലേറ്ററി കോംപ്ലിയൻസ്, എൻഹാൻസ് കൺസ്യൂമർ കോൺഫിഡൻസ്, അങ്ങനത്തെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് പറയാം. പിന്നെ അതിന്റെ ഓർഗനൈസേഷൻ ബെനിഫിറ്റ്സ് പറയാം. ഏതെങ്കിലും 4 ഓർഗനൈസേഷൻ ബെനിഫിറ്റ്സ് ആണ് പറയാൻ പറഞ്ഞത്. ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്, കാറ്ററിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെക്ടർ, ഫുഡ് റീറ്റെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്, എക്സ്പോർട്ട് ഓറിയന്റഡ് ഫുഡ് ബിസിനസ്. അങ്ങനെ ഏതെങ്കിലും 4 ഓർഗനൈസേഷനും കൂടെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാളിറ്റി മാനേജ്മെന്റ് 6 സിഗ്മ ആൻഡ് സേഫ്റ്റി. ഇലാബറേറ്റ് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് TQM ഇൻ ഫുഡ് സെക്ടർ, ഹൈലൈറ്റിംഗ് ബേസിക് ടെനൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ഫോർ ബോത്ത് കൺസ്യൂമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. TQM ഇലാബറേറ്റ് ചെയ്ത് ആ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഫുഡ് സെക്ടറിനകത്ത് അവിടുത്തെ ബേസിക് ടെനൻസും ബെനിഫിറ്റ്സും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ ഫുഡ് സെക്ടർ എന്ന് വെച്ചാൽ ആ ഒരു TQM എന്ന കോൺസെപ്റ്റ് പറയുന്നത് മാനേജ്മെന്റ് ഫിലോസഫിയാണ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇൻവോൾവ്മെന്റ്, ഇതിലെല്ലാം ഇൻവോൾവ്മെന്റ് ഓഫ് എംപ്ലോയീസ്, ഇതിലെല്ലാം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഫിലോസഫിയാണ് ആക്ച്വലി TQM എന്ന് പറയുന്നത്. ടെനൻസ് ആയിട്ട് വരുന്നത് കസ്റ്റമർ ഫോക്കസ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, എംപ്ലോയി ഇൻവോൾവ്മെന്റ്, പ്രോസസ് അപ്രോച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും.
ഇനി ബെനിഫിറ്റ്സ് ഓഫ് TQM എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിനാണെങ്കിൽ സേഫ് ആൻഡ് കൺസിസ്റ്റന്റ് ഫുഡ് ക്വാളിറ്റി, ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് റിലയബിലിറ്റി, ഇൻഡസ്ട്രീസിലാണെങ്കിൽ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യും, ഡിഫക്ട്സ് റെഡ്യൂസ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. നെക്സ്റ്റ്, describe Six Sigma principle as applied to a packaged food production line. Outline the main steps in Six Sigma project aimed at reducing process variation in critical operation. Six Sigma principles പറയണം. പിന്നെ അതിന്റെ മെയിൻ സ്റ്റെപ്സും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സിക്സ് സിഗ്മ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഡാറ്റ ഡ്രിവൺ മെത്തഡോളജി എയിംഡ് അറ്റ് റെഡ്യൂസിങ് പ്രോസസ് വേരിയേഷൻ ആൻഡ് ഡിഫക്ട്, പാക്കേജ്ഡ് ഫുഡ് പ്രൊഡക്ഷനിലുള്ള അപ്ലിക്കേഷൻ, കൺട്രോൾ വെയിറ്റ് വേരിയേഷൻ, റെഡ്യൂസ് കണ്ടാമിനേഷൻ ഇൻസിഡന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അതിന്റെ സ്റ്റെപ്സ് ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ്, കൺട്രോൾ, ആ സ്റ്റെപ്സ് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും കൂടെ വേണം. Okay. Question number 3. Explain how project management and occupational health. Explain how project management supports the implementation of a new food safety initiative in a processing unit. Briefly contrast project management with line management in this concept. Project management explain ചെയ്യണം. എങ്ങനെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്, പുതിയ ഫുഡ് സേഫ്റ്റി ഇനീഷ്യേറ്റീവിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, HACCFS MS ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ എന്താണ് ലൈൻ മാനേജ്മെന്റിന്റെ ആ ഒരു കാര്യം കൂടെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്ട് മാനേജ്മെന്റിന്റെ റോള് വരുന്നത് പ്ലാൻഡ് ഇംപ്ലിമെന്റേഷൻ ടു ഇനീഷ്യേറ്റീവ് ലൈക്ക് HACCP ആൻഡ് FSMS. പിന്നെ അത് ഫുഡ് ഇംപ്ലിമെന്റേഷൻ സപ്പോർട്ട് എന്തൊക്കെയാണ്, അതായത് ഒബ്ജക്റ്റീവ്സ് സ്കോപ്പ് ഡിഫൈൻ ചെയ്യും, അലൊക്കേഷൻ, റിസോഴ്സ് അലൊക്കേഷൻ, സ്കെഡ്യൂളിംഗ് ആക്ടിവിറ്റീസ്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ എന്താണ് പ്രൊജക്ട് മാനേജ്മെന്റ് വേഴ്സസ് ലൈൻ മാനേജ്മെന്റ്. പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ടെമ്പററി ആൻഡ് ഗോൾ ഓറിയന്റഡ് ആണ്. ലൈൻ മാനേജ്മെന്റ് ഒരു ഓൺഗോയിങ് ഓപ്പറേഷൻസ് ആണ്. പ്രൊജക്ട് മാനേജ്മെന്റ് ക്രോസ് ഫങ്ഷണൽ ആണ്. ലൈൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ആണ്. അങ്ങനെ കുറച്ചധികം പോയിന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി തേർഡ് ക്വസ്റ്റ്യനിലെ ബി പാർട്ട് ആണ്. ഡിസ്കസ് മേജർ ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ് ദാറ്റ് മേ അറൈസ് ഇൻ എ ഫുഡ് പ്രോസസിംഗ് എൻവിറോൺമെന്റ് ആൻഡ് ഔട്ട്ലൈൻ ഹൗ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം ക്യാൻ ഹെൽപ്പ് ഇൻ കൺട്രോളിംഗ് ദീസ് റിസ്ക്. ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് മാനേജ്മെന്റ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക, അതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലം ഇൻ ഫുഡ് പ്രോസസിംഗ് എന്ന് പറയുമ്പോൾ മേജർ ആയിട്ടുള്ള ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ് ആണ് ഫിസിക്കൽ ഇഞ്ചുറീസ്, കെമിക്കൽ എക്സ്പോഷർ, ഹീറ്റ് സ്ട്രെസ് എല്ലാം. സോ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് മാനേജ്മെന്റിന്റെ റോള് വരുന്നത് ഒന്ന് ഹസാർഡ് ഐഡന്റിഫൈ ചെയ്യുക, PPE യൂസ് ചെയ്യുക, PPE കിറ്റ് യൂസ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി, ഇൻക്ലൂഡ് ചെയ്താൽ മതി ഈ ഒരു ക്വസ്റ്റിനകത്ത്. നെക്സ്റ്റ്, റിസ്ക് അനാലിസിസ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. ഡിഫൈൻ ഫുഡ് സേഫ്റ്റി റിസ്ക് അനാലിസിസ് ആൻഡ് ഐഡന്റിഫൈ ഇറ്റ്സ് മെയിൻ കോമ്പോണന്റ്സ്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഹൗ ദേ ഇന്റർറിലേറ്റ്. ഫുഡ് സേഫ്റ്റി റിസ്ക് അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിന്റെ മെയിൻ കോമ്പോണന്റ്സ് എന്താണെന്ന് പറയണം, പിന്നെ എങ്ങനെയാണ് അതിന്റെ എങ്ങനെയാണ് അവർ ഇന്റർ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഫുഡ് സേഫ്റ്റി റിസ്ക് അനാലിസിസ് എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് പ്രോസസ് ഫോർ ഇവാലുവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഫുഡ് സേഫ്റ്റി റിസ്ക്. മെയിൻ കോമ്പണൻസ് വരുന്നത് റിസ്ക് അസസ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ. അവരുടെ ഇന്റർ റിലേഷൻഷിപ്പ് വരുന്നത് റിസ്ക് അസസ്മെന്റ് ഒരു സയന്റിഫിക് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യും, റിസ്ക് മാനേജ്മെന്റ് ഡിസിഷൻസ് എന്ത് ചെയ്യും, ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും, റിസ്ക് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യും. ഇനി 4 ബി പാർട്ട് ആണ്. ഡിസ്ക്രൈബ് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി റിസ്ക് മാനേജ്മെന്റ് ദാറ്റ് ഷുഡ് ഗൈഡ് റെഗുലേറ്ററി ആൻഡ് ഇൻഡസ്ട്രി ഡിസിഷൻസ്. ഇലസ്ട്രേറ്റ് യുവർ ആൻസർ വിത്ത് 2 എക്സാമ്പിൾസ് ഫ്രം ദി ഫുഡ് ചെയിൻ. ഫുഡ് സേഫ്റ്റി റിസ്ക് മാനേജ്മെന്റിലെ ജനറൽ പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. എങ്ങനെയാണ് റെഗുലേറ്ററി ഇൻഡസ്ട്രി ഡിസിഷൻസ് അത് എന്ത് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. സോ ഇവിടെ ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ സയൻസ് ബേസ്ഡ് അപ്രോച്ച് ഉണ്ട്, പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ, ട്രാൻസ്പെറൻസി, പ്രൊപ്പോർഷണാലിറ്റി, സ്റ്റേക്ക് ഹോൾഡർ ഇൻവോൾവ്മെന്റ്. ഇത്രയാണല്ലോ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. ആ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഏതെങ്കിലും 2 എക്സാമ്പിൾ എടുക്കാം. പെസ്റ്റിസൈഡ് റെസിഡ്യൂ ലിമിറ്റ് ഇൻ ഫ്രൂട്ട്സ് എടുക്കാം, അല്ലെങ്കിൽ റീകാൾ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് പ്രൊഡക്ട്സ്, അതൊക്കെ എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ.
Next, risk assessment and risk communication. Differentiate risk assessment and risk management in food safety. Then discuss in sequence the major activities carried out from hazard identification to risk characterization in a typical food safety assessment. Risk assessment എന്താണ്, risk management എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പിന്നെ അവരുടെ മേജർ ആക്ടിവിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ വേണ്ടത് ഹസാർഡസ് ഐഡന്റിഫിക്കേഷൻ ടു റിസ്ക് ക്യാരക്ടർ. ഒരു ടിപ്പിക്കൽ ഫുഡ് സേഫ്റ്റി റിസ്കില് എന്ത് ചെയ്യണം, അവിടെ സംഭവിക്കാവുന്ന ഹസാർഡ് ഏതൊക്കെയാണ്, അതിന്റെ റിസ്കിനെ നമുക്ക് എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ റിസ്ക് അസസ്മെന്റ് ആൻഡ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, രണ്ട് കോൾ ആക്കിയിട്ട് എഴുതാം. ഒന്ന് സയന്റിഫിക് ആണ്, മറ്റത് ഡിസിഷൻ മേക്കിംഗ്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആണ്. റിസ്ക് അസസ്മെന്റ് ആണെങ്കിൽ ഐഡന്റിഫൈ ആൻഡ് ഇവാലുവേറ്റ് ഫുഡ് സേഫ്റ്റി റിസ്ക്. റിസ്ക് മാനേജ്മെന്റ് ഹൗ ടു കൺട്രോൾ ആൻഡ് റെഡ്യൂസ് റിസ്ക്. അങ്ങനത്തെ കുറച്ച് എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കവർ ചെയ്യുക. പിന്നെ അവരുടെ മേജർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പം ഹസാർഡ് ഐഡന്റിഫിക്കേഷന്, ഹസാർഡ് അതായത് കോഡെക്സ് എലിമെന്റാരിയസ് വരുന്ന നമ്മുടെ പേപ്പറിനകത്ത് വരുന്ന ഒരു ടോപ്പിക് ആണല്ലോ കോഡെക്സ് എലിമെന്റാരിയസ്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫുഡ് സേഫ്റ്റി റിസ്ക് അസസ്മെന്റ് ആ ഒരു 4 സീക്വൻഷ്യൽ സ്റ്റെപ്പ് വരുന്നത്. സോ ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ, ഹസാർഡ് ക്യാരക്ടറൈസേഷൻ, എക്സ്പോഷർ അസസ്മെന്റ്, റിസ്ക് ക്യാരക്ടറൈസേഷൻ. ഇതാണ് 4 സ്റ്റെപ്സ്. ഇത് എന്ത് ചെയ്യാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, 1-2 എക്സാമ്പിൾസും കാര്യങ്ങളും ബയോളജിക്കൽ ഹസാർഡിന്, കെമിക്കൽ ഹസാർഡിനൊക്കെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ്, ഡിഫൈൻ ഫുഡ് സേഫ്റ്റി റിസ്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് കീ ഗോൾസ് ഡ്യൂറിംഗ് ദ മാനേജ്മെന്റ് ഓഫ് എ സസ്പെക്ടഡ് ഫുഡ് ബോൺ ഔട്ട്ബ്രേക്ക്. ഫുഡ് സേഫ്റ്റി റിസ്ക് കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻ ചെയ്യണം, അവരുടെ കീ ഗോൾസും കൂടെ പറയണം. സോ ഫുഡ് സേഫ്റ്റി റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇന്ററാക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഒപ്പീനിയൻസ് എമംഗ് റിസ്ക് അസസേഴ്സ്, റിസ്ക് മാനേജേഴ്സ്, ഇൻഡസ്ട്രി, കൺസ്യൂമേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൺസേണിംഗ് ഫുഡ് റിലേറ്റഡ് റിസ്ക്. അവരുടെ കീ ഗോൾസ് എന്തൊക്കെയായിരുന്നു? പ്രൊവൈഡ് ടൈംലി ആൻഡ് അക്യുറേറ്റ് ഇൻഫർമേഷൻ, പ്രിവെന്റ് പാനിക് ആൻഡ് മിസ് ഇൻഫർമേഷൻ, ബിൽഡ് ട്രസ്റ്റ്. അങ്ങനെ ഒരു 7-8 ഗോൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ ടെക്സ്റ്റിനകത്ത്. അത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ വരുന്നത് HACCP പ്രിൻസിപ്പിൾസ്, പ്രീ റെക്യൂസൈറ്റ് പ്രോഗ്രാംസ്. ബ്രീഫ്ലി ട്രേസ് ദി ഒറിജിൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് HACCP ആൻഡ് ദെൻ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ 7 കോഡെക്സ് HACCP പ്രിൻസിപ്പിൾസ്. ഒറിജിൻ, ഇവാലുവേഷൻ ഓഫ് HACCP വേണം, അവരുടെ 7 കോഡെക്സും കൂടെ വേണം, ആ പ്രിൻസിപ്പിൾസും കൂടെ വേണം. HACCP എന്ന് വെച്ചാൽ HACCPയുടെ ഒറിജിൻ വരുന്നത് 1960s നാസയും പിൽസ്ബെറി കമ്പനിയും കൂടെ ചേർന്നിട്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് സേഫ് സീറോ ഡിഫക്റ്റ് ഫുഡ് ഫോർ ആസ്ട്രോണറ്റ്സ്. അതിന്റെ ഒരു ബേസിസിലാണ് HACCP വരുന്നത്. പിന്നെ അത് US FDA അഡോപ്റ്റ് ചെയ്തു, WHO, FAO, കോഡെക്സ് എലിമെന്റാരിയസ് കമ്മീഷൻസ് പോലുള്ളവരെല്ലാം എന്ത് ചെയ്തു, ഇത് അഡോപ്റ്റ് ചെയ്തു. നൗ എന്താണ്, ഇപ്പൊ അത് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് സേഫ്റ്റി സിസ്റ്റം ആണ്. അതിന്റെ 7 കോഡെക്സ് വരുന്നത് കണ്ടക്ട് ഹസാർഡ് അനാലിസിസ്, അതായത് ബയോളജിക്കൽ ഹസാർഡ് എന്താ, കെമിക്കൽ ഹസാർഡ് എന്താ, ഫിസിക്കൽ ഹസാർഡ് എന്താ ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ ആ ഒരു 7 കാര്യങ്ങൾ ഉണ്ടല്ലോ, ഡിറ്റർമിൻ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്സ്, എസ്റ്റാബ്ലിഷ് ക്രിട്ടിക്കൽ ലിമിറ്റ്സ്, എസ്റ്റാബ്ലിഷ് മോണിറ്ററിംഗ് പ്രൊസീജിയേഴ്സ്, അങ്ങനെ തുടങ്ങി എസ്റ്റാബ്ലിഷ് ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. ആ ഒരു 7 പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ. നെക്സ്റ്റ്, ഡിസ്കസ് ഹൗ പ്രീ റെക്യൂസൈറ്റ് പ്രോഗ്രാംസ് ആൻഡ് ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ് റിലേറ്റഡ് ടു പ്രിമൈസസ്, എക്യുപ്മെന്റ് ആൻഡ് പേഴ്സണൽ പ്രൊവൈഡ് ദ ഫൗണ്ടേഷൻ ഫോർ ആൻ എഫക്റ്റീവ് HACCP സിസ്റ്റം ഇൻ എ മീഡിയം സ്കെയിൽ ഫുഡ് പ്ലാന്റ്. ഓക്കെ. സോ പ്രീ റെക്യൂസൈറ്റ് പ്രോഗ്രാംസിന്റെ റോള് GAHP, പ്രൊവൈഡിംഗ് ഫൗണ്ടേഷൻ ഫോർ HACCP. ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. പ്രീ റിക്വസൈറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ബേസിക് കണ്ടീഷൻ റിക്വയർഡ് ഫോർ സേഫ് ഫുഡ് പ്രൊഡക്ഷൻ ഇംപ്ലിമെന്റഡ് ബൈ HACCP. അതിന്റെ പ്രിമൈസ് എന്താണ്, എക്യുപ്മെന്റ് എന്താണ്, പേഴ്സണൽ എന്താണ്. പ്രിമൈസ് എന്ന് പറയുമ്പോൾ ഹൈജീനിക് ഡിസൈൻ ആണ്, പ്രോപ്പർ ലേഔട്ട് ടു അവോയ്ഡ് ക്രോസ് കണ്ടക്ട്, എക്യുപ്മെന്റ്സ് ഈസി ടു ക്ലീൻ ആൻഡ് സാനിറ്റൈസ്, പ്രിവെന്റ് ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് കോമ്പിനേഷൻസ്. പേഴ്സണൽ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഹൈജീന്, ഹെൽത്ത് ചെക്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം അതിനകത്ത് വരും. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, HACCP ഇംപ്ലിമെന്റേഷൻ, CCP's record. For a ready to eat salad production line, identify any 4 significant hazard at different steps of the process. For each hazard, indicate a suitable control measure and state whether the step is likely to be a critical control point, giving justification. So
ഫോർ സിഗ്നിഫിക്കന്റ് ഹസാർഡ്, ഏതെങ്കിലും ഒരു റെഡി ടു ഈറ്റ് സാലഡ് പ്രൊഡക്ഷൻ ലൈനിലുള്ള 4 സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഹസാർഡ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് 4 കോളംസ് ആക്കാം. പ്രോസസ് സ്റ്റെപ്പ്, ഹസാർഡ്, കൺട്രോൾ മെഷർ, CCP ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 4 കോളാക്കിയിട്ട് വേണമെങ്കിൽ എഴുതാം. സോ പ്രോസസ്, ഇപ്പൊ റോ വെജിറ്റബിൾ വാഷിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അവിടെ വരാൻ ചാൻസ് ഉള്ള ഒരു ഹസാർഡ് ആണ് കോളി, സാൽമണല്ല പോലുള്ളത്. സോ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോറിനേറ്റഡ് വാട്ടേഴ്സ് യൂസ് ചെയ്യാം. അത് CCPയുടെ ജസ്റ്റിഫിക്കേഷൻ ഡയറക്റ്റ് കൺസെപ്ഷൻ ആണ്. അതുപോലെ കട്ടിങ്ങിൽ, സ്ലൈസിങ്ങിൽ വരുന്ന ഹസാർഡ് എന്താ, കൺട്രോൾ മെഷർ എന്താ, അതുപോലെ സ്റ്റോറേജിൽ വരുന്ന ഹസാർഡ്, കൺട്രോൾ മെഷേഴ്സ്, പാക്കേജിങ്ങിലുള്ളത്, അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യാം, ഓരോന്നും പോയിന്റ് വൈസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. Next, explain the role of monitoring, corrective actions and verifications in ensuring that HACCP plans remain effective over time. Comment on the importance of documentation and record keeping for these activities. Monitoring. So monitoring in the role, corrective actions in the role, verification and records. Monitoring എന്ന് പറയുമ്പോൾ continuous or scheduled observation of CCP, ensure critical limits and met. പിന്നെ കൺട്രോൾ ആക്ഷൻസിന്റെ റോള്, എന്ത് ചെയ്യും, ഡീവിയേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിനെ ടേക്കൺ ചെയ്യുക, അൺസേഫ് ഫുഡ് പ്രിവെന്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ HACCP സിസ്റ്റം എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. അഡൾട്ട് ടെസ്റ്റിംഗ് എല്ലാം എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ ആണ്, അതർ ഫുഡ് സേഫ്റ്റി പ്രാക്ടീസസ് ആൻഡ് ട്രേസബിലിറ്റി. ഡിഫൈൻ ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, ഗുഡ് അനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് ഫോർ ഈച്ച് സ്റ്റേറ്റ്. വൺ മെയിൻ ഒബ്ജക്റ്റീവ് ആൻഡ് ഔട്ട്ലൈൻ 2 കീ ഫുഡ് സേഫ്റ്റി എലമെന്റ്സ്. GAP എന്താ, GHP എന്താ, GMP എന്താ, ജസ്റ്റ് അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറയാ, അതിന്റെ എലമെന്റ്സ് പറയാ. ഓക്കെ, ഇതിനകത്ത് ബി പാർട്ട് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേസബിലിറ്റി ഇൻ ഫുഡ് ചെയിൻ. ഡിസ്ക്രൈബ് ദ മെയിൻ കോമ്പണൻസ് ഓഫ് എ ട്രേസബിലിറ്റി പ്രൊഡക്റ്റ്. ട്രേസിംഗ് ടൂൾ സ്യൂട്ടബിൾ ഫോർ ആൻ എക്സ്പെർട്ട് ഓറിയന്റഡ് ഫുഡ് കോമോഡിറ്റി. സോ കോൺസെപ്റ്റ് വേണം, ഒബ്ജക്റ്റീവ് വേണം, കോമ്പണൻസ് വേണം. ട്രേസബിലിറ്റി എന്താണെന്ന് പറയാം, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഫുഡ് സേഫ്റ്റി, റാപ്പിഡ് റീകാൾ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അങ്ങനെ അതൊക്കെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയാം. അതിന്റെ മെയിൻ കോമ്പണൻസ് പ്രൊഡക്റ്റ് ഐഡന്റിഫിക്കേഷൻ ആണ്, ബാച്ച് ലോട്ട് കോഡിംഗ് ഉണ്ട്, റെക്കോർഡ് കീപ്പിംഗ് ഉണ്ട്, അങ്ങനത്തെ അതിന്റെ മെയിൻ കോമ്പണൻസും കൂടെ പറയാം. നെക്സ്റ്റ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ന്യൂട്രീഷൻ ലാബലിംഗ്, indicating the essential information that should appear on the label of a packaged food and its significance for consumer protection. ന്യൂട്രീഷൻ ലാബലിംഗിലുള്ള ഷോർട്ട് നോട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂട്രീഷണൽ ലാബലിംഗ് എന്ന് വെച്ചാൽ പ്രൊവൈഡ് ഇൻഫോർമേഷൻസ് ഓൺ ദി ന്യൂട്രീഷണൽ കോണ്ടന്റ് ഓഫ് എ പാക്കേജ്ഡ് ഫുഡ്. അവിടുത്തെ എസെൻഷ്യൽ ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് എനർജി വാല്യൂ, പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഷുഗർ ആൻഡ് സാൾട്ട്, സെർവിങ് സൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സിഗ്നിഫിക്കൻസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. കൺസ്യൂമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഫോം ചെയ്ത് ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം അത് എന്ത് ചെയ്താൽ മതി, മേടിച്ചാൽ മതി അല്ലെ. ആ ഒരു കാര്യത്തെ കുറിച്ച് കൺസ്യൂമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിസ്ലീഡിംഗ് ക്ലെയിംസ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ പോയിന്റ്സ് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് കവർ ചെയ്യണം. ഓവറോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്സ് എന്ന് എസ്സേ ടൈപ്പ് എക്സ്പെക്ട് ചെയ്യണം, ഏതൊക്കെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഹൈ യീൽഡ് ടോപ്പിക്സ് ആണെങ്കിൽ അതിനകത്ത് അത് പഠിക്കുമ്പോൾ നമ്മൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അത് തന്നെ പഠിക്കുക. ഓക്കെ, അങ്ങനെ ടോപ്പിക്കിന്റെ റെലവൻസിനനുസരിച്ച് ഹൈ യീൽഡ് ടോപ്പിക്സിന് ഹയർ പ്രയോറിറ്റി, അത് ആ ടോപ്പിക്സ് ആദ്യം കവർ ചെയ്യുക. ദെൻ മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ്, ദെൻ ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ്. ഞാൻ പിന്നെയും പറയാണ്, ഒരിക്കലും ലോ കാറ്റഗറി അല്ലെങ്കിൽ മീഡിയം കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. 5 കൂടുതൽ തവണയോ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ അത് ഇനിയും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക, വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്താണ് എക്സാം എഴുതാൻ പോകുന്ന എന്റെ എല്ലാ ലേണേഴ്സിനും ഫ്രം ദി ഹോൾ ലേൺ വൈസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും ഒരു വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.